സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. നന്ദു അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു കൊടുത്തു. അവൻ തിരിച്ചു. അജുവിന് വിശക്കുന്നില്ലേ? അവൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി കവളിൽ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു. അജുവിൻ്റെ വലത്തെ കൈയെടുത്ത് അവൻ്റെ വയറിൽ വെച്ചു. വിശക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവൻ സ്വയം ചോദിച്ചുകൊണ്ട് സ്വയം മറുപടിയും പറഞ്ഞു. നന്ദവനൊന്ന് കൂർപ്പിച്ചു നോക്കി. അവളുടെ നോട്ടം കണ്ടതും അജു മുഖം താഴ്ത്തി. അതെന്താ അജുവിന് വിശപ്പില്ലാത്തത്? ഉച്ചയ്ക്ക് ലേശം കഴിച്ചതല്ലേ, എന്നിട്ടും വിശപ്പില്ലേ? അവൻ്റെ താഴ്ന്ന തല പിടിച്ചുയർത്തിക്കൊണ്ട് നന്ദു ചോദിക്കുമ്പോൾ അജു ഒന്നും മിണ്ടാതെ വീണ്ടും തല താഴ്ത്തി. പറ, ഉച്ചയ്ക്ക് കുറച്ച് കഴിച്ചിട്ടും ഇപ്പോൾ ഒട്ടും വിശപ്പ് തോന്നില്ലേ? വീണ്ടും അവൻ്റെ തല പിടിച്ചുയർത്തിക്കൊണ്ട് നന്ദു ചോദിക്കുമ്പോൾ അവനില്ലെന്ന് തലയാട്ടി. അതെന്താ അങ്ങനെ? അവൾ താടിക്ക് കൈയും കൊണ്ട് ആലോചിക്കും പോലെ സ്വയം ചോദിച്ചു. അറിയില്ല, ഞാൻ രാത്രിയൊന്നും അങ്ങനെ കഴിക്കാറില്ല. അതെന്താ? നീക്ക് ഇഷ്ടമല്ല ചോറ് കഴിക്കണത്? ചോറാണ് ഇഷ്ടമല്ലാത്തത്, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇഷ്ടമാണോ? ആജു അത് പറയുമ്പോൾ നന്ദു അവനെ നോക്കിയൊരു സംശയത്തിൽ ചോദിച്ചു. ചോറ് ഇഷ്ടമല്ലെന്ന് എടുത്ത് പറയുമ്പോൾ ചോറല്ലാത്തതൊക്കെ ഇഷ്ടമാണെന്നൊരു സ്വാഭാവിക സംശയമാണ്. അതാണ് അവൾ അവനോട് അങ്ങനെ ചോദിച്ചതും. അവൻ മറുപടി പറയുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കാലോ എന്നതായിരുന്നു അവൾക്കുള്ളിൽ. ബാക്കിയുള്ളത് ഇഷ്ടമല്ല, അവൻ ചുണ്ട് ചുളുക്കിക്കൊണ്ട് പറയുമ്പോൾ അവൾ ആഹാ അത് ശരിയെന്ന ഭാവത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അജുവിൻ്റെ കൂടെ ഞാനിവിടെ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തരുന്ന അജു കഴിക്കണം. അജു പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നില്ലേ, അപ്പം ഞാൻ പറയുന്നതൊക്കെ അജുവും കേൾക്കണം. പറ്റുമോ? നന്ദു ഇടുപ്പിൽ കൈകുത്തി അജുവിൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ അവനില്ലെന്നും ഉണ്ടെന്നും തലകുലുക്കി. എന്താ വാ, നമുക്ക് വലുത് കഴിച്ചിട്ട് വരാം. അവൻ തലയാട്ടിയത് കണക്കിലെടുക്കാതെ അവൻ തല കുലുക്കിയത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അജു ഒന്നും മിണ്ടാതെ ചുണ്ട് ചുളുക്കിക്കൊണ്ട് അവൾക്ക് പിന്നാലെ നടന്നു. ഇടയ്ക്ക് അവനൊന്ന് പാളി നോക്കിയപ്പോൾ കണ്ടു ചുണ്ട് പിളർത്തിക്കൊണ്ട് നടന്നു വരുന്നവന്. അവൻ്റെ ആ പാവം കണ്ടതും അവൾക്ക് ചിരി വന്നു. എൻ്റെ ഈ അജുവിനെയാണോ അവരൊക്കെ കഴിക്കില്ലെന്ന് പറഞ്ഞത്? എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന എൻ്റെ അജുവിനെ അവരൊക്കെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയോ? ഇത് ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന എൻ്റെ അജുവല്ലേ അല്ലേ? അവൾ അവൻ്റെ കൈ വിട്ട് അവൻ്റെ ഷോൾഡറിലൂടെ കൈയിട്ട് അവനോട് ചേർന്ന് നിന്നു. അവളേക്കാൾ ഉയരമുള്ളത് കൊണ്ട് അങ്ങനെ നടക്കാൻ റിസ്ക് ആണെന്ന് മനസ്സിലാക്കി അവൾ സ്വയം അവൻ്റെ തോളിൽ നിന്നും കൈയെടുത്ത് മാറ്റി. പക്ഷെ ആ സമയം തന്നെ ആജ് അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി. നന്ദ കണ്ണു തുറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചെക്കനെപ്പോഴും ചുണ്ട് ചുളുക്കി അവളെ നോക്കാതെ താഴേക്ക് നോക്കി നടക്കുവാണ്. ഓ എൻ്റെ അജു, നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നുണ്ട്. തല താഴ്ത്തി അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് മുന്നോട്ട് നടക്കുന്നവൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ പതിയെ പറഞ്ഞു, അവൻ കേൾക്കുന്ന രീതിയിൽ. പക്ഷെ അവൻ മുഖമൊത്തിയൊന്നും നോക്കിയില്ല. ആ ഭാവത്തിൽ തന്നെ മുന്നോട്ട് നടന്നു. നന്ദു അവനെയും കൊണ്ട് നേരെ പോയത് വാഷ് ബേസിൻ്റെ അടുത്തേക്കാണ്. അവൾ അവൻ്റെ ഇടുപ്പിൽ നിന്നും കൈ മാറ്റിക്കൊണ്ട് അവനെ മുന്നിലേക്ക് നിർത്തി. അവളുടെ ഷോൾഡറിൽ നിന്ന് അവൻ്റെ കൈകൾ അയഞ്ഞു. അജു, മുഖം വായൊക്കെ കഴുകി. ഉറങ്ങി എണീറ്റതല്ലേ, കഴുകി. അവളത് പറഞ്ഞത് മജു പൈപ്പ് തുറന്ന് എല്ലാം കഴുകി അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. നന്ദവനെ നോക്കി ടവലിൽ കൊണ്ട് അവൻ്റെ മുഖം തുടച്ചു കൊടുത്തു. അപ്പോഴൊക്കെ അജു അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുവാണ്. ഇതൊക്കെ അവൻ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആരും ചെയ്ത് കൊടുക്കാറില്ല, ഒപ്പം ഉണ്ടാവാറുമില്ല. ഇതിപ്പോൾ എല്ലാത്തിനും അവളൊപ്പമുണ്ട്. അതിൻ്റെ ഒരു അമ്പരപ്പാണ് അവൻ്റെ മുഖത്ത്. നന്ദ, ഇനി എപ്പോഴും എൻ്റെ കൂടെ കാണുമോ? എന്താ കാണണ്ടേ? അവൻ്റെ ആ ചോദ്യത്തിന് അവളൊരു ചിരിയോടെ മറുപടി ചോദിച്ചു. ആജു അവളുടെ ചുണ്ടിലേക്ക് നോക്കി നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. പറ, കാണണ്ടേ? വേണം, എപ്പോഴും കൂടെ വേണം. ഒറ്റയ്ക്ക് എനിക്ക് പേടിയാ. അവനത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ഭയമായിരുന്നു. നന്ദവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് കയ്യിലൊരു ടവൽ അവൾ വെച്ചു. രണ്ട് കൈകളും അവൻ്റെ കവളിൽ വെച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇനി പേടിക്കണ്ട, ഒന്നിനെയും ആരെയും പേടിക്കരുത്. ഞാനില്ലേ എല്ലാത്തിനും, ഞാനുണ്ട് കേട്ടോ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളത് പറയുമ്പോൾ അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ വിടരുന്നത് അവൾ അറിഞ്ഞു. വാ, നമുക്ക് വലുത് കഴിക്കാം. അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. അവൾക്കൊപ്പം അജുവും കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ മുഖഭാവം മാറിയിട്ടുണ്ട്. ഇവിടെ ഇരിക്ക്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അടുക്കളയിലെ ചെയറിൽ അജുവിനെ ഇരുത്തിക്കൊണ്ട് മൊത്തമായി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് വേണ്ട, വിശപ്പില്ല. അവൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കി. പറയുമ്പോൾ അവൻ നന്ദുവിനെ നോക്കാതെ തല താഴ്ത്തി. നന്ദത് കാര്യമാക്കാതെ പിടിച്ച് തുറന്നു നോക്കി. അതിൽ മാവ് കണ്ടതും അവളത് പുറത്തേക്ക് വെച്ചു. അത് പുറത്ത് വെച്ചുകൊണ്ട് ഉള്ളിയും തക്കാളിയും അരിഞ്ഞു മാറ്റി അതിലേക്ക് ഉപ്പും മുളക് പൊടിയും ഇട്ട് വയറ്റി ചൂടാറാൻ വെച്ചു. ആ സമയം തന്നെ മാവ് നന്നായി ഇളക്കി 3 ദോശ ചുട്ടെടുത്തു.
അതിൽ നിന്നും ഒന്ന് മാത്രം പ്ലേറ്റിലേക്ക് വെച്ച് ഉള്ളിയും തക്കാളിയും വൈദ്യുതി മിക്സിയിലിട്ടൊന്ന് തിരിച്ചു. ശേഷം അതൊരു പാത്രത്തിലേക്കാക്കി അതിൽ നിന്നും ഒരു സ്പൂണ് മാത്രം പ്ലേറ്റിലേക്ക് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് അജുവിൻ്റെ മുന്നിൽ പോയി നിന്നു. കയ്യിലെ വെള്ളമുള്ള ഗ്ലാസ് ടേബിളിൽ വെച്ച് പ്ലേറ്റ് നേരെ കൈ പിടിച്ച് അതിൽ നിന്നും ഒരു ദോശ കഷ്ണം മുറിച്ച് ചമ്മന്തിയിൽ മുക്കി അവൻ നേരെ ചൂണ്ടി. അവൻ വാ തുറക്കുന്നില്ലെന്ന് കണ്ടതും അവളത് അവൻ്റെ ചുണ്ടിലും മുട്ടിച്ചു. കഴിക്കാജു, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, കഴിക്ക്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി താഴ്മയോടെ പറയുമ്പോഴും അവനൊന്നും മിണ്ടിയതുമില്ല, വാ തുറന്നതുമില്ല. കഷ്ടണ്ടാജു, ഞാൻ ഈ നേരത്തെ എണീറ്റ് കഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാതെ എനിക്ക് സങ്കടാവും. കഴിക്ക്, നല്ല കുട്ടിയല്ലേ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ചുണ്ടിലേക്ക് മുറിച്ചെടുത്ത ദോശ ഒന്നുകൂടെ മുട്ടിച്ചതും അവൻ വലത്തേ കൈകൊണ്ട് അത് തട്ടി. അവനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത നീക്കമായതിനാൽ നന്ദുവിൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് താഴേക്ക് വീണു. അതിലുള്ള ദോശയും ചമ്മന്തിയും വെള്ള നിറത്തിലുള്ള ആ തറയിൽ എടുത്തു കാണിച്ചു. അതുവരെ താഴ്മയോടും വിനയത്തോടും നിന്നിരുന്ന നന്ദുവിൻ്റെ മുഖം അവൻ്റെ ആ ഒരു ഒറ്റ പ്രവൃത്തിയിൽ മാറി. അതിലേക്കൊന്ന് നോക്കിയ ശേഷം നന്ദു ദേഷ്യത്തിൽ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അജു! ഇതുവരെ അവളിൽ നിന്നും കേൾക്കാത്തൊരു ശബ്ദമായതുകൊണ്ട് അജു താല ഉയർത്തി അവളെ നോക്കി. ദേഷ്യം കൊണ്ട് ചുമന്നു തൊടുത്ത ആ മുഖം കണ്ടതും അജുവിന് ഭയമല്ല തോന്നിയത്, കൗതുകമാണ് തോന്നിയത്. അത്രമേൽ ഭംഗിയുള്ളൊരു മുഖം. അവൻ്റെ നോട്ടം കണ്ടതും നന്ദു അവനെ തുറിച്ചു നോക്കി. നന്ദുവിൻ്റെ തുറിച്ചു നോട്ടം കണ്ടപ്പോൾ അജു താനതായി. നന്ദു ഒന്നും മിണ്ടാതെ നിലത്ത് കമിഴ്ന്ന് കിടന്ന പ്ലേറ്റ് എടുത്ത് നിലത്ത് ചിതറി കിടക്കുന്ന ഭക്ഷണം എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു. അജു അവളുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി. ഇല്ല, അവനൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ അവളുടെ പണിയിലാണ്. അവളെ തന്നെ നോക്കിയിരിക്കുന്ന അവൻ്റെ മനസ്സിലിപ്പോൾ പല ചിന്തകളാണ്. ആദ്യമായാണ് ഒരാൾ അവൻ ചെയ്ത തെറ്റിന് മൗനം കൊണ്ട് മറുപടി പറയുന്നത്. അച്ഛനാണ് തരുന്നതെങ്കിൽ വഴക്ക് പറയും, സേതമ്മയാണെങ്കിലും ഒത്തിരി നിർബന്ധിക്കും. തട്ടിക്കളഞ്ഞാൽ എന്തൊക്കെയോ എണ്ണിപ്പെറുക്കി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകും. ജിത്ത് പിന്നെ ഭക്ഷണം കൊടുക്കാൻ വരാറില്ല. അവൻ കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ഇനി വേറെ വല്ലവരുമാണെങ്കിൽ കുത്തിത്തിരികി തരും. തുപ്പിയ മുഖം അടിച്ചൊരു അടി തന്നു പോകും. അതെല്ലാം ഒരു സിനിമ പോലെ അവൻ്റെ ഉള്ളിലൂടെ കടന്നു പോയി. അതെല്ലാം ഓർത്തുകൊണ്ട് അവൻ നന്ദുവിനെ നോക്കി. ഒന്നും മിണ്ടാതെ നിലം തുടക്കുവാണ്. അജുവിന് അത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. അവൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന പോലെ. അവൻ ചേരിയിൽ നിന്ന് എണീറ്റു. നന്ദ, അവൻ വിളിച്ചു. നന്ദുവിനെ നോക്കിയില്ല. അവൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ശ്രദ്ധിച്ചു. അജു അവളെ നോക്കിക്കൊണ്ട് അവൾക്ക് അടുത്തേക്ക് നടന്നു വന്നു. നന്ദു അപ്പോഴേക്കും നിലം തുടച്ച് അവിടുന്ന് എണീറ്റ് നിന്നു. ശേഷം പ്ലേറ്റ് കഴുകി വെച്ചു. അജു അവളുടെ അടുത്തേക്ക് വന്നു. നന്ദ! വിളിക്കണ്ട എന്നെ, ഞാൻ അജുവിനോട് പിണക്കാം, ഇഷ്ടമല്ല എനിക്ക്. അവൻ്റെ വിളിക്ക് തിരിഞ്ഞു നോക്കാതെ അവൾ മറുപടി പറഞ്ഞു. അജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് അറിയോ? അതുപോട്ടെ, എത്ര സന്തോഷത്തോടെയും ആഗ്രഹത്തോടെയും അജുവിന് തരാൻ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. അതൊന്ന് കഴിച്ചു നോക്കുമ്പോലും ചെയ്യാതെ തട്ടി എറിഞ്ഞില്ലേ? മിണ്ടൻ എന്നോട്. ഞാനിനി അജുവിൻ്റെ കൂടെ ഒന്നിനും നിൽക്കില്ല. ഞാൻ പോവാ, നാളെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോവും. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോവാണോ? നന്ദു ദേഷ്യത്തിൽ പറയുമ്പോൾ അവൻ ഇടറിയ തേങ്ങലോടെയുള്ള ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൾ അറിയാതെ അവനെ ചേർത്ത് പിടിക്കുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവനെ നോക്കാതെ നിന്നു. ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത് ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. പിന്നെന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്? എന്നെ ഇഷ്ടമല്ലല്ലോ. അതല്ലേ ഞാനുണ്ടാക്കിയത് തട്ടിയത്. അതുകൊണ്ട് ഞാൻ പോകും. പരിഭവത്തോടെ അവൾ പറയുമ്പോൾ അടുത്ത് നിൽക്കുന്നവൻ്റെ തേങ്ങൽ ഉച്ചത്തിലായി. നന്ദ കണ്ണുകൾ രണ്ടും മുറുകിയടച്ചു. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. വയ്യത്തോണ്ടല്ലേ, നിന്റെ അച്ഛൻ പാവല്ലേ? ഉള്ളിലിരുന്ന് ആരോ അവളോട് പറയും പോലെ അവൾക്ക് തോന്നി. ഞാൻ കഴിച്ചോളാം നന്ദ, ഞാൻ ഒറ്റക്ക് കഴിച്ചോളാം. എന്നെ ഒറ്റക്കാക്കി പോകല്ല നന്ദ, എനിക്ക് പേടിയാ. അവൻ തേങ്ങി പറഞ്ഞു നിർത്തുമ്പോൾ നന്ദവന് നേരെ തിരിഞ്ഞു. കണ്ണും മുഖമൊക്കെ ചുവന്നു തുടുത്ത് വല്ലാത്തൊരു ഭാവത്തിൽ. അത് കണ്ടതും അവളുടെ നെഞ്ചിൽ പിടഞ്ഞു. ഞാൻ കഴിച്ചോളാം. മൂക്കൊന്ന് വലിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ നന്ദവനെ നോക്കി ചിരിച്ചു. ശേഷം അവനോട് ചേർന്ന് നിന്നു. അവൻ്റെ മുമ്പിൽ അവൻ്റെ ശരീരത്തോട് ചേർന്ന് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. മുന്നിൽ തേങ്ങിക്കൊണ്ട് നിൽക്കുന്നവനെ ഒന്ന് പുണരണമെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി. വാക്കിലും നോക്കിലും അതീപ്തമായി അവനോടുള്ള സ്നേഹം ഒഴുകുന്നു. അതവനിൽ പ്രകടിപ്പിക്കാൻ തോന്നുന്നു. നന്ദവിൻ്റെ ആ ചോദ്യം മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുവാണ്, ഒന്നും മിണ്ടാതെ, ഒന്നും ചെയ്യാതെ. പറ, ഞാൻ നെറുകെ പരിഞ്ഞ് മുറുകട്ടെ. അവൾ അവൻ്റെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ അമർന്നെന്ന് ചോദിക്കുമ്പോൾ അജു പിന്നിലേക്ക് വേച്ചു പോയി. വീഴാതിരിക്കാനായി അവൻ നന്ദുവിൻ്റെ ഇടുപ്പിലൂടെ രണ്ട് കൈകളും ഇട്ട് അവളോട് ചേർന്ന് നിന്നു. ആ നിമിഷം തന്നെ നന്ദു കാലൊന്ന് ഉയർത്തി തള്ളവിരൽ മാത്രം നിലത്ത് കുത്തി ഉയർന്നു പൊങ്ങി അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ഷോൾഡറിൽ താടി വെച്ച് രണ്ട് കൈകൊണ്ടും അവനെ വരിഞ്ഞു മുറുക്കി. അജു ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്ന് അങ്ങനെ തന്നെ നിന്നുപോയി. നന്ദുവിൻ്റെ കൈമുറുക്കം പിന്നെയും കൂടുവാണ്. അജു അറിയാതെ തന്നെ അവളുടെ ഇടുപ്പിലുള്ള അവൻ്റെ കൈകളുടെ മുറുക്കം കൂടി.
അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടുന്നു. നന്ദു ആ നിമിഷം തന്നെ അവനിൽ നിന്നും അകന്നു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശേഷം മനോഹരമായി ഒന്ന് ചിരിച്ചു. ആ ചിരി കണ്ടതും അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. എന്തൊരു ഭംഗിയുള്ള ചിരിയാണ്, കണ്ണെടുക്കാൻ തോന്നാത്ത ചിരി. ആജി ആ ചുണ്ടിലേക്ക് തന്നെ നോക്കി നിന്നു. നിരനിരയായി മുത്തുപോലെയുള്ള പല്ലുകൾ, ചുവന്ന ചുണ്ടുകൾ. അവർക്ക് കണ്ണെടുക്കാൻ തോന്നിയില്ല. എന്നാൽ നമുക്ക് കഴിക്കാം. അവളുടെ ചുണ്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനോട് അവളുടെ ചിരിയോടെ ചോദിച്ചു. അവൻ ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ തലകുലുക്കി. ഇപ്പോഴും അവൻ്റെ ശരീരം ഒരു ഭാരമുണ്ടെന്ന് അവനക്ക് തോന്നി. അവളുടെ ഭാരം അവൾ അടർന്നു മാറിയിട്ടും അത് അവനിൽ നിന്നും മാറിയതായി അവനക്ക് തോന്നിയില്ല. എന്നാ വാ, ഇവിടെ ഇരിക്ക്. അവൻ്റെ കയ്യിൽ പിടിച്ച അടുക്കളയിലെ ചെറിയ ടേബിളിൽ എത്തിച്ചു. അജയ് എപ്പോഴും അവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. അവൻ അവിടെ എത്തിയ ശേഷം അവൾ കഴുകി വെച്ച് ആ പ്ലേറ്റിലേക്ക് 2 ദോശയും ചമ്മന്തിയിട്ട് അവൾക്ക് അടുത്തേക്ക് ഇരുന്നു. ദോശ പൊട്ടിച്ച് ചമ്മന്തിയിൽ മുക്കി അവൻ അജുവിനെ നേരെ നീട്ടി. അജയ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ വാ തുറന്നു. നന്ദു സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അത് അവൻ കൊടുത്ത ഓരോ കഷ്ണവും അത്രത്തോളം ഇഷ്ടത്തോടെ അവൻ കഴിച്ചു. എന്തോ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ അവൻ കഴിക്കുമ്പോൾ അവൾ സന്തോഷത്തോടെ അവൻ അതെല്ലാം കഴിപ്പിച്ചു. ആജ് വേറൊരു ലോകത്തായിരുന്നു. അവനും അവൻ്റെ നന്ദയും മാത്രമുള്ള ഒരു ലോകത്ത്. എന്തോ അവളുടെ ഭാവങ്ങളും പ്രവൃത്തികളും വാക്കുകളും അതൊക്കെ അവൻ അവളിൽ അടിമപ്പെടുത്തുന്നതായിരുന്നു. ഇനി വേണോ? നന്ദത് ചോദിക്കുമ്പോൾ അജുവിൻ്റെ നോട്ടം അവളുടെ മുഖത്തിൽ നിന്ന് അവളുടെ കയ്യിലുള്ള പ്ലേറ്റിലേക്ക് പോയി. അതിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ കണ്ണുകൾ അത് കണ്ട് വിടർന്നു. പകുതിയിലധികവും അതിൽ തന്നെ കഴിച്ചിട്ട് എണീറ്റ് പോകുന്നവനാണ് അവൻ. ആ കാഴ്ച ഒരു പുതിയത് തന്നെയായിരുന്നു. ഇനി വേണോ? ചൂടോടെ കഴിച്ചത് കൊണ്ടാ. വേണമെങ്കിൽ ഇനിയും ഉണ്ടാക്കി തരാം. കഴിക്കുവോ? ആകെ 2 എണ്ണല്ലേ കഴിച്ചുള്ളൂ. ഉണ്ടാക്കട്ടെ? നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി വാത്സല്യത്തോടെ ചോദിക്കുമ്പോൾ അവൻ ചുണ്ടു ചുളുക്കി. ഇനി മതിയെന്ന രീതിയിൽ. എന്നാ ഇനി നിർബന്ധിക്കുന്നില്ല. വാ, എണീക്ക്. വാ, കഴുകി വാ, എന്നിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം. നന്ദു പ്ലേറ്റ് കൊണ്ട് സിങ്കിലേക്ക് നടക്കുമ്പോൾ പറഞ്ഞു. ആജി എണീറ്റ് കൈ കഴുകാൻ പോയി. പാത്രം കഴുകി ബാക്കിയുള്ളതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ച് അടുക്കള വൃത്തിയാക്കി തിരിഞ്ഞതും അവളെ കാത്തുന്ന പോലെ ആജി വാതിലിക്കലിൽ നിൽക്കുന്നുണ്ട്. എന്തോ അവളെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള അവൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ നന്ദുവിൻ്റെ ഉള്ളിലെ ഭാര്യ ഉണർന്നു. അതുവരെ അവളൊരു അമ്മ മാത്രമായിരുന്നു. അവനക്ക് വയ്യെങ്കിലും ചില നേരത്തെ അവൻ്റെ പ്രവൃത്തികൾ ഒരു ഭർത്താവിനെ പോലെയാണ്. ഭാര്യയെ കരുതലോടെ നോക്കുന്ന ഒരു ഭർത്താവിനെ പോലെ. വേദന കൊണ്ട് കണ്ണടഞ്ഞു പോകുമ്പോൾ അവൻ്റെ നോട്ടം അവളിലായിരുന്നു, അവൻ്റെ ഭാര്യയിൽ. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവൾ പറയാതെ തന്നെ മനസ്സിലാക്കി അവളുടെ ഷോൾഡറിൽ പിടിച്ചത്. ഇപ്പം അവളുടെ ജോലി കഴിയാൻ വേണ്ടി അവളെ കാത്തു നിൽക്കുന്നത്. എല്ലാം അവളുടെ കണ്ണിൽ ഒന്നുകൂടെ തെളിഞ്ഞു. അവളുടെ ചുണ്ടിലൊരു ചിരി വിട്ടുന്നു. ആ ചിരിയോടെ തന്നെ അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. അടുക്കളയിലെ ലൈറ്റ് ഓഫാക്കി അവനോട് ചേർന്ന് ഹാളിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കൈ അവളുടെ ഷോൾഡറിൽ വന്ന് പതിഞ്ഞു. നന്ദൊരു ചിരിയോടെ അവനെ നോക്കുമ്പോൾ അവൻ്റെ നോട്ടം വേറെ എവിടെയോ ആയിരുന്നു. നന്ദൊരു ചിരിയോടെ അവൻ്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു.